गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकं चकास्तु धर्मबोधाय नित्यमव्याहदात्मनाम्। ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിൽ 5-ാമത്തെ അധ്യായത്തില് ആശ്രമങ്ങളുടെ സാമാന്യ സ്വരൂപത്തെ കുറിച്ച് പറയും. അതേ തുടർന്ന് ഓരോ ആശ്രമത്തെയും വിസ്തരിച്ച് പറയുകയാണ് 6-ാം അധ്യായം മുതൽ. 6-ാം അധ്യായത്തില് ആശ്രമങ്ങളിലെ പ്രഥമ ആശ്രമമായ ബ്രഹ്മചര്യ ആശ്രമത്തെ കുറിച്ചാണ് പറയുന്നത്. ഷഷ്ട സർഗം ബ്രഹ്മചര്യം. ശ്ലോകം 139. ശിഷ്യ ഊചുഹു, ശിഷ്യന്മാര് പറഞ്ഞു, ആശ്രമാണാം തു സാമാന്യ സ്വരൂപം ഗുരുണാക്രമാത് ഉപദിഷ്ടം നിശമ്യൈവ സന്തുഷ്യാമോ യതീശ്വര. അർത്ഥം, അല്ലയോ യതീശ്വര, യോഗിവര്യ, അങ്ങയാൽ ക്രമമായിട്ട് ആശ്രമങ്ങളുടെ സാമാന്യമായിരിക്കുന്ന സ്വഭാവത്തെ പറയപ്പെട്ടു. അത് കേട്ട് ഞങ്ങൾ അതീവ സന്തുഷ്ടരായിട്ട് ഭവിക്കുന്നു. ശ്ലോകം 140. തഥാപി തേഷാം പ്രത്യേകം വിശേഷാനപി തദ്വതഃ ശുശ്രൂഷാനഃ പ്രസാദേന തത്പ്രകാശ്യാനുഷാദിനഃ. തഥാപി, അങ്ങനെയാണെങ്കിലും അങ്ങ് ഈ ആശ്രമങ്ങളുടെ പൊതുവായ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ കൂടിയും ഓരോ ആശ്രമത്തെക്കുറിച്ചും ഞങ്ങൾ വിശേഷമായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ അഭ്യർത്ഥനയെ സ്വീകരിച്ചാലും ഓരോ ആശ്രമത്തെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന് ശിഷ്യന്മാർ പറയുന്നു. അപ്പൊ ശിഷ്യന്മാരുടെ ഈ അഭ്യർത്ഥന കേട്ട് ഗുരുദേവൻ പറയുകയാണ്. ഗുരുരുവാച. ശ്ലോകം 141. ശൃണുത പ്രീതി സമ്പന്ന ബ്രഹ്മചര്യവ്രതം ശിവം ആശ്രമാണാം പ്രധാനത്വാത് പ്രഥമം തത് നിഗദ്യതേ. ഒന്നുകൂടെ ചൊല്ലാം. ശൃണുത പ്രീതി സമ്പന്ന ബ്രഹ്മചര്യവ്രതം ശിവം ആശ്രമാണാം പ്രധാനത്വാത് പ്രഥമം തന്നിഗദ്യതേ. പ്രീതി സമ്പന്നാഹ, സന്തോഷവാന്മാരായ ശിഷ്യന്മാരെ. നമുക്കിവിടെ ഈ ഗുരുവിന്റെയും ശിഷ്യഗണങ്ങളുടെയും പരസ്പരമുള്ള ഈ സംഭാഷണങ്ങളിൽ നിന്ന് പരസ്പരം എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഏറ്റവും ഉയർന്ന ശ്രേഷ്ഠമായ പരസ്പരം ബഹുമാനം കൊടുത്തുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പരസ്പരം ഇവിടെ സംബോധന ചെയ്തത്. ശിഷ്യന്മാർ പറഞ്ഞു, യതീശ്വര, അല്ലയോ യോഗീശ്വര എന്ന് പറഞ്ഞു ഗുരുവിന്. അപ്പൊ ഗുരു തിരിച്ചെന്ത് പറഞ്ഞു? പ്രീതി സമ്പന്ന, സന്തോഷവാന്മാരായ, പ്രീതിയെ സമ്പാദിച്ചിരിക്കുന്ന, പ്രീതി സമ്പന്നരായിരിക്കുന്ന ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ബ്രഹ്മചര്യാശ്രമത്തെ കുറിച്ച് ആദ്യമായി ഞാൻ പറഞ്ഞുതരാം. ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറയുന്നത് ആശ്രമങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നു, പ്രധാനപ്പെട്ട ആശ്രമമാണ് എന്നും പറയുന്നു. അപ്പൊ ഈ 3 ശ്ലോകങ്ങൾക്ക് ശേഷം 142-ാമത്തെ ശ്ലോകം മുതൽ ബ്രഹ്മചര്യാശ്രമത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ. അപ്പൊ ഇതിൽ 146-ാമത്തെ ശ്ലോകമുണ്ട്. 146-ാമത്തെ ശ്ലോകം ആ പുസ്തകം ഉണ്ടെങ്കിൽ നോക്കാം. ആ 146-ാമത്തെ ശ്ലോകത്തിന്റെ അന്വയം, ഈ ഒരു കൃതിയുടെ അന്വയം എഴുതിയിരിക്കുന്നത് ശ്രീനാരായണ തീർത്ഥ സ്വാമികളാണ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ശ്ലോകത്തിന് ശേഷം കാണുന്ന അന്വയാർത്ഥം എഴുതിയത് രചിച്ചത് തീർത്ഥർ സ്വാമികളാണ്.
തീർത്ഥർ സ്വാമികൾ ഈ അന്വയത്തിന്റെ കൂടെ ഈ 146 ശ്ലോകത്തില് അന്വയാർത്ഥത്തിന്റെ കൂടെ ബ്രഹ്മചര്യം എന്നതിന്റെ നിർവചനവും കൂടി ചേർത്തിട്ടുണ്ട്. ശ്ലോകത്തില് നിർവചനം പറഞ്ഞിട്ടില്ല. ഈ ഒരു അധ്യായത്തിലും അതിന് നിർവചനം പറയാതെ ബ്രഹ്മചര്യാശ്രമത്തിന്റെ ലക്ഷണങ്ങളെയും സ്വഭാവ ഘടനയും കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിതാക്കൾക്ക് ശ്രീനാരായണ ധർമ്മം കൃതി അധ്യയനം ചെയ്യുന്ന പഠിതാക്കൾക്ക് അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് തീർത്ഥർ സ്വാമികള് ബ്രഹ്മചര്യത്തിന് നിർവചനം അന്വയത്തിൽ ചേർത്തിട്ടുണ്ട്. ആ നിർവചനം അന്വയത്തിന് അവസാന ഭാഗം കാണാം. 146 ശ്ലോകത്തിന്റെ ആ ശ്ലോകത്തിൽ പറയുന്നു, ആ അന്വയത്തിൽ പറയുന്നു, ബ്രഹ്മവേദ തത് അധ്യയനാർത്ഥം വ്രതമപി ബ്രഹ്മതച്ചരതി ഇതി ബ്രഹ്മചാരി. ആ അന്വയത്തിന് അവസാനമുണ്ട്. ബ്രഹ്മവേദ, ബ്രഹ്മത്തെ അധ്യയനം ചെയ്യുന്ന ആള് ബ്രഹ്മചാരിയാണ്. ബ്രഹ്മത്തെ അധ്യയനം ചെയ്യാൻ സാധിക്കും. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ വേദമാണെന്ന് തീർത്ഥർ സ്വാമികൾ പറയുന്നു. ബ്രഹ്മവേദ തത് അധ്യയനാർത്ഥം. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേദത്തിന് പല അർത്ഥമുണ്ട്. വേദത്തിന്റെ ആ ധാത്വർത്ഥം വിദ് ജ്ഞാനേ എന്നാണ്, അറിവ് എന്നാണ്. ഏതൊരു വ്യക്തിയാണോ അറിവിനെ സ്വായത്തമാക്കുന്നത്, അറിവിനെ സ്വായത്തമാക്കുന്ന അറിവ് നമുക്ക് ജീവിതകാലം മുഴുവനും അറിവിനെ സ്വായത്തമാക്കാമെങ്കിലും ഒരു നിശ്ചിത പ്രായമുണ്ട്. മുഖ്യമായിട്ട് നമ്മൾ ആ കാലഘട്ടത്തിലാണ് അറിവിനെ സ്വായത്തമാക്കുന്നത്. അത് നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടമാണ്. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നമ്മൾ നഴ്സറി മുതൽ സ്കൂള്, കോളേജ്, അങ്ങനെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നാം അറിവിനെ സ്വായത്തമാക്കും. ഇപ്പൊ വേദ എന്നുള്ള വാക്കിന് അറിവ് എന്നുള്ളൊരു അർത്ഥമുണ്ട്. കേൾക്കാമല്ലോ എല്ലാവർക്കും? കേൾക്കാം സ്വാമിജി. വേദ എന്നുള്ള വാക്കിന് അറിവ് എന്നുള്ള അർത്ഥമുണ്ട്. അറിവ് എന്നുള്ള അർത്ഥം കൂടാതെ തന്നെ വേദത്തിന് നമ്മുടെ സാമ്പ്രദായികമായ വേദങ്ങൾ എന്ന അർത്ഥമുണ്ട്. ഭാരതീയ സംസ്കാരത്തിന്റെ, ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണല്ലോ വേദങ്ങൾ. പണ്ടുള്ള കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി വിവിധങ്ങളായ വിഷയങ്ങൾ അധ്യയനം ചെയ്യും. അതേപോലെ പണ്ടുള്ള കാലത്ത് അക്കാഡമിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്, ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ വേദങ്ങൾ അധ്യയനം ചെയ്യുക എന്നുള്ളതാണ് മുഖ്യമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഗുരുകുലത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വേദങ്ങളെയും പറഞ്ഞു കൊടുക്കും. ഈ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം ആത്മീയമായ ഗ്രന്ഥങ്ങളെന്ന് മാത്രം അർത്ഥം എടുക്കരുത്. വേദങ്ങളിലെ ഉപനിഷത്ത് എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. ആ ഉപനിഷത്ത് ഭാഗത്തിൽ മാത്രമാണ് അദ്വൈതത്തെ പ്രതിപാദിക്കുന്ന ജ്ഞാനപരമായ കാര്യങ്ങളുള്ളത്. ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ പല 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 കാര്യങ്ങളെയും കുറിച്ചും, അതായത് ഭൗതികമായ ജീവിതത്തിനും മറ്റു പല ജീവിതത്തിന്റെ മറ്റു പല മേഖലകളിലെ ഉത്കർഷത്തിന് വേണ്ടിയിട്ടും പല പല കാര്യങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സമഗ്രമായ അറിവുണ്ട്. അതിൽ ഇന്നത്തെ കാലത്തിന് ഹിതകരമല്ലാത്ത കാര്യമുണ്ട്, ഇനി അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് ഹിതകരമായ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്ത് ഗുരുവിന്റെ കൂടെ അന്നത്തെ ഗുരുകുലത്തില് ഒരു 10-12 വർഷം ഈ വേദവും അനുബന്ധമായ കാര്യങ്ങളെയും കുറിച്ചും അന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾ പഠിക്കുമായിരുന്നു. ആ വിദ്യയായിരുന്നു അന്നത്തെ കാലത്ത് ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മനസ്സിലാക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അറിവിനെ സ്വായത്തമാക്കുന്ന ആ കാലഘട്ടത്തെ എന്ത് പറയാം? ബ്രഹ്മചര്യ കാലഘട്ടം എന്ന് പറയാം. അതുകൊണ്ട് തീർത്ഥസ്വാമികൾ പറയുന്നു, ബ്രഹ്മവേദ തദ് അധ്യയനാർത്ഥം. വേദത്തെ പഠിക്കുന്ന കാലഘട്ടം, അതിനെന്ത് പറയാം? ആ കാലഘട്ടത്തെ നമുക്ക് ബ്രഹ്മചര്യം എന്ന് പറയാം. ആ കാലഘട്ടത്തിൽ അറിവിനെ സ്വായത്തമാക്കുന്ന ഒരാളെ ബ്രഹ്മചാരി എന്ന് പറയാം. ഇനി അടുത്തൊരു ഡെഫിനേഷനാണ് എന്റെ ഏറ്റവും വലിയ പ്രധാനം. ബ്രഹ്മതച്ചരതി ഇതി ബ്രഹ്മചാരി എന്ന് പറയുന്നു. ബ്രഹ്മതച്ചരതി, ബ്രഹ്മത്തിന്റെ വഴിയെ പോകുന്നയാള്, ആ പോകുന്നയാളെയും വിദ്യാർത്ഥി അഥവാ ബ്രഹ്മചാരി എന്ന് പറയും. ഈ രണ്ടും ഒരുപോലെ സമന്വിതമായി കഴിഞ്ഞാൽ ഒരാളെ ബ്രഹ്മചാരി എന്ന് വിളിക്കും. അറിവിനെ സ്വായത്തമാക്കുന്ന വിദ്യാർത്ഥിയായിരിക്കണം, അതേസമയം ബ്രഹ്മമാർഗത്തിൽ പോകുന്ന ആളായിരിക്കണം. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ വിവിധ മേഖലകളിൽ അറിവിനെ സ്വായത്തമാക്കുന്നുണ്ട്, സ്കൂൾ കോളേജ് തലങ്ങളിൽ. പക്ഷെ രണ്ടാമത്തെ നിർവചനം നോക്കൂ, ബ്രഹ്മതച്ചരതി, ഏറ്റവും ഉയർന്ന ഒരു ജീവിത ക്രമത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. ബ്രഹ്മ എന്നുള്ള വാക്കിന് ഏറ്റവും ഉയർന്ന എന്നുള്ള അർത്ഥമുണ്ട്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മണി, ബ്രഹ്മത്തിൽ ചരിക്കുന്നത്. അപ്പൊ ആ ആശയമാണ് തീർത്ഥർ സ്വാമികൾ ബ്രഹ്മതച്ചരതി ഇത് ബ്രഹ്മചര്യം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു ആദർശത്തെ പേറി
സർവചരാചരങ്ങളോടും സമഭാവന കാണിച്ചു വെച്ചു. കാരണം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായ ഒരു തത്വമാണ്. ഒരു ചെറിയൊരു പുല്ലു മുതൽ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തിലും വ്യാപിച്ചിരിക്കുന്ന തത്വമാണ് ബ്രഹ്മതത്വം. അപ്പൊ ആ മാർഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവഭൂതങ്ങളോടും ദയാഭാവന, സ്നേഹം, ആദരവ്, അങ്ങനെ എല്ലാ ഉയർന്ന ആദർശങ്ങളെയും പേറിയുള്ള ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമായിരിക്കും വിദ്യാർത്ഥിയുടെ. നമ്മൾ ഇന്നത്തെ ജനറേഷനിലുള്ള വിദ്യാർത്ഥികളെ കാലഘട്ടം നോക്കുക, അവർ അറിവിനെ സ്വായത്തമാക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതക്രമം എങ്ങനെയാണ്? ഒരാളോടും ബഹുമാനമില്ല. പ്രത്യേകിച്ച് 80കളുടെ തലമുറ, അതിനുശേഷം 90, അങ്ങനെ പല പല തലമുറയും കുറിച്ച് നമുക്കറിയാം. ഈ തലമുറകളിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാളോടും യാതൊരു ബഹുമാനവും കാണിക്കാത്ത, സാമാന്യമായ തലത്തിൽ, വ്യക്തിപരമായ തലത്തിലല്ല, വിശേഷമായ തലത്തിലല്ല, സാമാന്യമായിട്ട് പൊതുവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാളോടും ബഹുമാനമോ അല്ലെങ്കിൽ സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയോ ഒന്നും കാണിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു തലമുറയാണ് ഈ 2K കിഡ്സ് എന്ന് പറയുന്ന ഈ 2000-ന് ശേഷമുള്ള ഒരു തലമുറ കാണാൻ സാധിക്കുന്നത്. അവർക്ക് സാമൂഹ്യമായ വലിയ പ്രതിബദ്ധത കാണാൻ സാധിക്കുന്നില്ല. അവരുടെ ഉള്ളില് വൈചാരികമായ ഉയർന്ന ഭാവനകൾ ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പണ്ട് കാലത്തുള്ള കവിതകള്, സിനിമാ പാട്ടുകള്, രചനകള്, സാഹിത്യ സൃഷ്ടികള്, അങ്ങനെ ഒരു ബുദ്ധിപരമായ വൈചാരികമായ ആശയാവിഷ്കരണം ഇന്നത്തെ തലമുറയിൽ കാണാൻ സാധിക്കില്ല. ഒരു മനോഹരമായ പാട്ട് എഴുതാൻ ഈ ഒരു തലമുറയെപ്പെട്ട ഏത് വ്യക്തിക്ക് കഴിയും? അങ്ങനെ വൈചാരികവും വൈകാരികവുമായ ഒരു ഉയർന്ന തലത്തിൽ സാമാന്യമായിട്ട് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കില്ല. ചില 1-2 വ്യക്തിത്വങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ പൊതുവെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ സമൂഹത്തോടോ അല്ലെങ്കിൽ മുതിർന്നവരോട്, അധ്യാപകരോട്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ മുതിർന്ന ആൾക്കാരോട് ഒന്നും യാതൊരു ബഹുമാനവും ഇല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലുക, കൊല്ലുക തുടങ്ങിയ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു തലമുറയാണ് സാമാന്യമായിട്ട് നമ്മൾ ഇന്ന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ കേവലം അറിവിനെ സ്വായത്തമാക്കുക, കുറെ ടെക്സ്റ്റുകളെ പഠിക്കുക, ഏതെങ്കിലും ഒരു അക്കാഡമിക്കൽ കോഴ്സിൽ ചേരുക, ആ വ്യക്തിയെ മാത്രം വിദ്യാർത്ഥി എന്ന രീതിയിൽ ബ്രഹ്മചാരി എന്ന് പറയാൻ സാധിക്കില്ല. വിദ്യാർത്ഥിയുമായിരിക്കണം ബ്രഹ്മതച്ചരതി, ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം, ഏറ്റവും ഉദാത്തമായ ഒരു വീക്ഷണത്തെ, ഒരു ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തി കൂടിയാണ് ബ്രഹ്മചാരി എന്ന് തീർത്ഥർ സ്വാമികൾ ബ്രഹ്മചര്യാശ്രമത്തിന്റെ ബ്രഹ്മചാരിയുടെ നിർവചനത്തിൽ പറയുന്നു. ഇനി ശ്ലോകം 142, 141 ശേഷം നമ്മൾ 146 നിർവചനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പൊ 142 വീണ്ടും വരുന്നു. 142 പറയുന്നു: ഗർഭേ വിരൂഢമാത്രസ്യ ബ്രഹ്മചര്യം ഭവേത് ശിശോ തദർത്ഥം ബ്രഹ്മചര്യേണ വർത്തേത ജനനി തദാ. ഇതിനർത്ഥം പറയുകയാണ്, ഗർഭത്തിൽ വിരൂഢമാത്രനായ ശിശുവിന് ബ്രഹ്മചര്യത്തിന്റെ ശ്രേഷ്ഠമായ സാഹചര്യവും സംരക്ഷണവും ഉണ്ടാകണം. അതിനുവേണ്ടി മാതാവ് പ്ലസ് പിതാവ് ഗർഭകാലത്ത് ബ്രഹ്മചര്യത്തോടെ വർത്തിക്കണമെന്ന് പറയും. ഒരു കുഞ്ഞിന്റെ ഗർഭാവസ്ഥയിൽ തന്നെ ആ കുഞ്ഞിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പര്യാവരണം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം, അതിന്റെ മാനസിക ഭൗതിക തലങ്ങളെ, ബുദ്ധിയുടെ ഭൗതിക തലങ്ങളെ സ്വാധീനിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അന്തരീക്ഷം അതിന് ചുറ്റും ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? ഗർഭകാലത്ത് മാതാവ് ബ്രഹ്മചര്യത്തോടെ കൂടി വർത്തിക്കണം എന്ന് ഗുരുദേവൻ പറയുകയാണ്. അതിനുശേഷം ഗുരു പറയുന്നു ശ്ലോകം 143 ശിശോർ ഗുരുകുല പ്രാപ്തി പര്യന്തം പരിചാരിക പിതരാവപി തസ്യേതാം സ്മരേയുർ ബ്രഹ്മചാരിതാം. ശിശുവിന്റെ ജനിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞ് ഗുരുകുലത്തിൽ ചേരുന്ന കാലഘട്ടം വരെ, വിദ്യാരംഭം കഴിഞ്ഞ് ഒരു 4-5 വയസ്സിൽ വിദ്യാരംഭം ചെയ്ത് പിന്നീട് ഗുരുകുലത്തിൽ ചേരുന്നത് വരെ ആ കുഞ്ഞിനെ പരിചരിക്കുന്ന ആളുകളും ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും എല്ലാം ഈ കുഞ്ഞിന്റെ ചുറ്റുപാടും ഒരു ബ്രഹ്മചര്യത്തിന്റെ സംരക്ഷണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കണമെന്ന് പറയും. അപ്പൊ ആ കുഞ്ഞിന്റെ ബ്രഹ്മചര്യത്തെ സംരക്ഷിക്കുക എന്നുള്ള വാക്കിൽ നിന്ന് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവനിൽ
ബ്രഹ്മചര്യം പ്രസക്തമല്ല. കാരണം അവന്റെ ശരീര മനോബുദ്ധി ഇന്ദ്രിയങ്ങള് അങ്ങനെ പക്വതയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ആ കുഞ്ഞിന്റെ ചുറ്റും, ആ കുഞ്ഞിന് ചുറ്റുപാടും ഒരു പവിത്രമായ സാഹചര്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ വളർത്തുന്ന പരിചാരികമാര്, ബന്ധുജനങ്ങള്, അതേപോലെ മാതാപിതാക്കളൊക്കെ ഒരു പവിത്രമായ സാഹചര്യം ആ കുഞ്ഞിന്റെ ചുറ്റും എപ്പോഴും ഉണ്ടാക്കി വെക്കണം. ആ കുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് നമുക്ക് വ്യംഗ്യാർത്ഥത്തിൽ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് അർത്ഥത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ 144 ശ്ലോകം പറയുന്നു, ആ പഞ്ചമാബ്ദം പ്രേംണൈവ ശിശും ദേവമിവാചരേത് താവത് തദ്ബുദ്ധി സംസ്കാരം കുർവീത ജനനി സ്വയം. ആ പഞ്ചമാബ്ദം, ഈ ശ്ലോകത്തിന്റെ അർത്ഥം വളരെ പ്രസിദ്ധമാണ്. ഗുരുവിന്റെ മഹത് വചനങ്ങളുടെ കൂട്ടത്തില് ഒരു വചനമായിട്ട് പലരും ഈ ശ്ലോകത്തെ പറയാറുണ്ട്, ഈ ആശയത്തെ പറയാറുണ്ട്. എന്താണ് ഈ ആശയം? ആ പഞ്ചമാബ്ദം ശിശും ദേവം ഇവ പ്രേംണ ഏവ ആചരിത്. 5 വയസ്സ് വരെ കുഞ്ഞിനെ ദേവനെ പോലെ പ്രേമത്തോടെ ആചരിക്കണം. താവത് തദ് ബുദ്ധി സംസ്കാരം ജനനി സ്വയം കുർവീത. 5 വയസ്സ് വരെ കുഞ്ഞിന്റെ ബുദ്ധിയുടെ സംസ്കാരവും വികാസവും വളർച്ചയും അമ്മ തന്നെ സ്വയം ചെയ്യണം എന്നാണ് ഈ ആശയം. അപ്പൊ ദേവം ഇവ പ്രേംണ ഏവ ആചരേത്, ദേവനെ പോലെ പ്രേമത്തോടു കൂടി ആചരിക്കണം. ഇതിൽ ഈ ആചരേത് എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂജ എന്നാണ്. നമ്മള് ദേവനെ എങ്ങനെയാണ് ആചരിക്കുന്നത്? ഉപചാരത്തിലൂടെ. ഉപചാരം എന്നതിന്റെ മറ്റൊരു വാക്കാണ് ആചരണം. ഉപചാരം എന്ന് പറഞ്ഞാൽ പൂജയാണ്. പൂജയുടെ മറ്റൊരു പേരാണ് ഉപചാരം. പഞ്ചോപചാരം, ഷോഡശോപചാരം എന്നൊക്കെ പറയാറുണ്ട് പൂജയ്ക്ക്. 16 പ്രകാരത്തിലുള്ള ഉപചാരങ്ങളോട് കൂടി ദേവനെ ആരാധിക്കുന്നതിന് ഷോഡശോപചാര പൂജ എന്ന് പറയുന്നു. 5 പ്രകാരത്തിലുള്ള ഉപചാരങ്ങളോട് കൂടി ദേവനെ ആചരിക്കുന്നതിന് പഞ്ചോപചാര പൂജ എന്ന് പറയും. നമ്മൾ ചുരുങ്ങിയത് എല്ലാ ദിവസവും നിത്യവും ഒരു പഞ്ചോപചാര പൂജയെങ്കിലും ചെയ്തിരിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പൂജ എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പൂജയുടെ അതിന്റെ എന്താണ് ഇതിന്റെ ഘടന? പൂജയുടെ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ആ അതിഥിയെ നമ്മൾ എപ്രകാരമാണോ ആചരിക്കുന്നത്, അതേ ആചരണമാണ് പൂജയുടെ ഘടകം. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു, പണ്ട് കാലങ്ങളിൽ അയാളുടെ കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നു. ഇന്നത്തെ കാലത്ത് അദ്ദേഹം സ്വയം കഴുകിക്കൊണ്ട് മുറ്റത്തൊരു ടാപ്പ് ഉണ്ടാവും. പക്ഷെ എങ്കിലും കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നു, കൈ കഴുകാൻ വെള്ളം കൊടുക്കുന്നു, കൈ കഴുകുന്നു, എന്തെങ്കിലും ഒരു പുഷ്പമോ എന്തെങ്കിലും സമ്മാനമായിട്ട് ഒരു ആതിഥ്യ മര്യാദ എന്ന രീതിയിൽ കൊടുക്കുന്നു. അപ്പൊ കാല് കഴുകുന്നതിനാണ് പാദ്യം എന്ന് പറയുന്നത്. കൈ കഴുകി ഒരു ബൊക്ക സ്വീകരിക്കുന്നതിന് അർഘ്യം എന്ന് പറയുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കസേര കൊടുക്കുന്നു, കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതിന് ആചമനം എന്ന് പറയുന്നു. അപ്പൊ ഒരു പൂജ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ശംഖിൽ ജലമെടുത്ത് പാദ്യമിതം, അർഘ്യമിതം, ആചമനീയമിതം എന്ന് പറയുന്നു. അതിനുശേഷം ഇരിക്കാൻ ഒരു സ്ഥാനം കൊടുക്കുന്നു, അതിന് ആസനം എന്ന് പറയുന്നു. ആസനമിതം സമർപ്പയാണ്. അതിനുശേഷം ആ വ്യക്തിയോട് പറയുന്നു, അങ്ങ് ദൂരെ നിന്ന് വന്നിരിക്കുകയാണല്ലോ, ക്ഷീണം ഉണ്ടാകും. ആദ്യമായിട്ടൊരു അതിഥി വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാല് കൈയെല്ലാം കഴുകിച്ച് അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചു വരുത്തിയ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ ഒരു സ്ഥാനം കൊടുത്ത് ഇരുത്തിക്കുന്നു. അതിനുശേഷം പറയുന്നു, അങ്ങ് ദൂരെ നിന്ന് വന്നിരിക്കുകയാണല്ലോ, ക്ഷീണം ഉണ്ടാകും, കുളിച്ചോളൂ എന്ന് പറഞ്ഞ് പണ്ട് കാലത്താണെങ്കിൽ തോർത്തും എണ്ണയെല്ലാം കൊടുത്ത് കുളത്തിലേക്ക് പറഞ്ഞേക്കുന്നു, പറമ്പിലേക്ക് പറഞ്ഞേക്കുന്നു കുളിക്കാൻ വേണ്ടി. ഇന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ സൗകര്യമുണ്ട്. അദ്ദേഹം കുളിച്ചു വരുമ്പോഴേക്ക് സ്നാനമിതം, അത് നമ്മുടെ പൂജയിൽ ഇതൊക്കെ പ്രതീകമായിട്ട് ശംഖുജലം ഒഴിച്ചു കൊടുക്കുന്നു. പാദ്യമിതം, അർഘ്യമിതം, ആചമനീയമിതം, സ്നാനമിതം. അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭക്ഷണങ്ങൾ കൊടുക്കുന്നു, നിവേദ്യമിതം എന്ന് പറയും. ആ ഭക്ഷണം കൊടുത്തിട്ട് അല്പം വിശ്രമിക്കുന്നു. വിശ്രമത്തിന് ശേഷം വീണ്ടും ചായയോ ജ്യൂസോ പഴവർഗ്ഗങ്ങളോ ലഘു പലഹാരങ്ങൾ കൊടുക്കും. അതിനെ പൂജയിൽ പ്രസന്ന പൂജ എന്ന് പറയും. അപ്പൊ നിവേദ്യത്തിന് ശേഷമാണ് പ്രസന്ന പൂജ വരുന്നത്. ആ പ്രസന്ന പൂജയിൽ അപ്പം, അതേപോലെ പഴങ്ങള്, ലഘു പലഹാരങ്ങൾ ദേവന് കൊടുക്കും. ഈ പ്രസന്ന പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിഥിക്ക് നമ്മൾ ലഘു പലഹാരങ്ങൾ, ജ്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം അതിഥിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി TV വല്ല സിനിമ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നീ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇതിനെയാണ് നൃത്യമിതം, ഗീതമിതം. ഈ പ്രസന്ന പൂജയിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ലഘു പലഹാരങ്ങൾ കൊടുത്തതിന് ശേഷം ദേവനെ നൃത്തം കാണിക്കും. അങ്ങനെ ദേവനെ നൃത്തം കാണിക്കാൻ വേണ്ടിയാണ് പണ്ട് കാലത്ത് വടക്കേ ഇന്ത്യയിലും നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട് വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരിക്കും. അത് പൂജയുടെ ഭാഗമായിട്ട് വന്നതാണ്.
ദേവൻ ഒരു നൃത്തം പ്രദർശിപ്പിക്കുന്നു. ദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭക്ഷണത്തിന് ശേഷം, ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമിച്ചു കഴിഞ്ഞ് പിന്നീട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നൃത്തം കാണിക്കുന്നു. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ TV കാണിച്ചു കൊടുക്കുന്നു മനസ്സിലാക്കാം. പണ്ടത്തെ കാലത്തിൽ ആസ്വാദനത്തിന് വേണ്ടി നൃത്യങ്ങൾ കാണിക്കുന്നു. അതേപോലെ പാട്ട് കേൾപ്പിക്കുന്നു. നമ്മുടെ ദേവാലയങ്ങൾ, അമ്പലങ്ങളിൽ ഇടയ്ക്ക് വായിക്കുന്നു. അങ്ങനെ ഓരോരോ സംഗീതങ്ങൾ, അത് ഈ മറ്റേ പ്രസന്ന പൂജയുടെ ഭാഗമായിട്ട് വന്നതാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അതിനുശേഷം ദേവന് നൃത്തങ്ങളും പാട്ടുകളും എല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം ദേവനെ കുതിരപ്പുറത്തും ആനപ്പുറത്തൊക്കെ എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേറ്റ് അത് പണ്ടത്തെ കാലത്തെ രാജകീയമായ ചില ആതിഥ്യ മര്യാദകളാണ്. അതിനെ രാജോപചാരം എന്ന് പറയും. ഈ രാജോപചാരത്തിന്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ കേരളീയ ക്ഷേത്രങ്ങളില് ആനയുടെ പുറത്ത് ദേവന് എഴുന്നള്ളിക്കുന്ന ഒരു ശീലം വന്നത്. ആനയുടെ പുറത്ത് എഴുന്നള്ളിക്കാൻ കാരണം ഈ പൂജയില്, ഷോഡശോപചാര പൂജയില് രാജോപചാരം എന്ന ഘട്ടം വരുന്നുണ്ട്. അപ്പൊ വടക്കേ ഇന്ത്യയിലെ രാജോപചാര ഘട്ടങ്ങളിൽ അവര് രഥത്തിന്റെ പുറത്താണ് എഴുന്നള്ളിക്കുക. വലിയ രഥം ഉണ്ടാക്കും. കാരണം രാജകീയമായൊരു ഉപചാരം കൂടി കൊടുത്തു കഴിഞ്ഞാല് പൂജ പൂർണ്ണമാകും. ഇപ്പൊ കേരളത്തിൽ ആനയുടെ പുറത്തായി. അപ്പൊ വാസ്തവത്തിൽ ഈ ആനയുടെ പുറത്ത് എന്നുള്ളതിന് പകരം ഒരു രഥമുണ്ടാക്കി രഥത്തിന്റെ പുറത്ത് കയറ്റി കഴിഞ്ഞാലും അത് രാജോപചാര പൂജമാകും, രാജോപചാര പൂജയായി തീരും. അതുകൊണ്ട് ആനയെ മാറ്റുക എന്നുള്ളത് ആചാരപരമായിട്ട് യാതൊരു കുഴപ്പവും വരുന്നില്ല. ആചാരപരമായിട്ട് രാജോപചാര പൂജ ചെയ്യാൻ പല പല മാർഗങ്ങളെയും നമുക്ക് അവലംബിക്കാം, ആശ്രയിക്കാം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? മംഗളാരതി, ദീപാരാധനയോട് കൂടി പൂജ സമാപ്തമാക്കും. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞത് ദേവനെ പോലെ ആചരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ദേവനെ ഇപ്രകാരം ഏറ്റവും ഉയർന്ന ഭാവനയിൽ പൂജിക്കുന്നത്? ഒരു ദേവൻ, ഒരു ശ്രീകോവിലിലെ ദേവന് സമർപ്പിക്കുന്ന അന്നപാനീയങ്ങൾ ഏറ്റവും ഉയർന്നതായിരിക്കും, ഏറ്റവും പവിത്രമായിരിക്കും. വാസ്തവത്തിൽ ശ്രീകോവിലിലെ ആ ശുദ്ധിയെ പാലിക്കുക എന്നുള്ളത് നിന്നാണ് പിന്നീട് ഈ അയിത്തവും മറ്റ് ജാത്യാചാരങ്ങളും എല്ലാം വന്നത്. കാരണം ആരും ശ്രീകോവിലേക്ക് അകത്ത് കടക്കാൻ പാടില്ല, ഏറ്റവും ശുദ്ധനായ, ഏറ്റവും പവിത്രനായ ഒരു വ്യക്തി മാത്രമേ കടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ആ ഒരു ക്രമം അനാചാരത്തിലേക്ക് മാറിയതാണ്. പറഞ്ഞു വന്നിരിക്കുന്നത്, ക്ഷേത്രത്തില് ഒരു മൂർത്തിയെ ഏറ്റവും ഉയർന്ന ഒരു മര്യാദയോടുകൂടി നമ്മൾ എങ്ങനെയാണോ ആചരിക്കുന്നത് അഥവാ ഉപചാരങ്ങൾ സമർപ്പിക്കുന്നത്, അതേ ഭാവനയിൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞിനെ ആചരിക്കണമെന്ന്, ഉപചരിക്കണമെന്ന് ഗുരു പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? 5 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞ് ദേവനാണ്. നമ്മുടെ വീട്ടിൽ ഒരു ദേവൻ ഓടിക്കളിക്കുകയാണ്. ഒരിക്കല് വടക്കേ ഇന്ത്യയില് വളരെ പ്രസിദ്ധനായൊരു ഭക്തകവി ഉണ്ടായിരുന്നു. ആ ഭക്തകവിയുടെ പേര് സൂർദാസ് ആണ്. സൂർദാസ് തന്നെയാണ് പേര്. സൂർദാസ് മധുരക്കടുത്ത് വൃന്ദാവനം എന്നുള്ള സ്ഥലത്ത് കുറെ കാലം ഉണ്ടായിരുന്നു. സൂർദാസിന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് വലിയ ഭക്തിയാണ്, അപാരമായ പ്രേമമാണ്. പക്ഷെ സൂർദാസിന് 2 കണ്ണുകളും കാണില്ല, അന്ധനാണ്. സൂർദാസിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുടുംബം, അവരുടെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. 4 or 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു കുഞ്ഞിന് സൂർദാസിന് വലിയ ഇഷ്ടമാണ്, വലിയ കാര്യമാണ്. അപ്പൊ വീട്ടിൽ സൂർദാസ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ കൊച്ചു കുഞ്ഞ് എന്നും സൂർദാസിന്റെ വീട്ടിൽ വന്ന് സൂർദാസിനെ കൂടെ ഇരിക്കും, കളിക്കും. മാത്രമല്ല സൂർദാസിന് വേണ്ടി വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളും അന്നപാനീയങ്ങളും കൊണ്ടുവരും. വലിയ കാര്യമാണ്, എല്ലാ ദിവസവും വരും. സൂർദാസിനും ഈ കുഞ്ഞിനോട് വലിയ സ്നേഹമാണ്. എന്നിട്ട് വൈകിട്ട് സമയമായി കഴിഞ്ഞാൽ സൂർദാസ് പറയാം, അയ്യോ സമയമായി, നിന്റെ വീട്ടില് മാതാപിതാക്കൾ വിഷമിക്കും, പോയിക്കോളൂ എന്ന് പറഞ്ഞേക്കും. അങ്ങനെ ഒരിക്കല് സൂർദാസ് വൃന്ദാവനത്തിലൂടെ സഞ്ചരിക്കുന്ന വേളയില് ഈ കുഞ്ഞും സൂർദാസിന്റെ കൈപിടിച്ച് വന്നു. എന്നിട്ട് സൂർദാസിന് പറഞ്ഞു, അവിടെ ക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ പോകാം, ഇവിടെയാണ് കുളം. കാരണം സൂർദാസിന് കണ്ണ് കാണില്ലല്ലോ. ഈ കഥ വളരെ വിസ്തൃതമാണ്, ഞാൻ സംക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ പല പല ക്ഷേത്രങ്ങളും പല പല കാര്യങ്ങളും പല പല സംഭവങ്ങളും സൂർദാസിന്റെ കൈ പിടിച്ച് സൂർദാസിന് കാണിച്ചു കൊടുത്തു മീൻസ് കണ്ണില്ലെങ്കിലും സൂർദാസിനെ അവിടേക്ക് എത്തിച്ചു. ഇതാണ് ആ അമ്പലം, ഇതാണ് ഈ അമ്പലം, ഇതാണ് രാധാകുണ്ട് എന്നൊക്കെ പറഞ്ഞു. സൂർദാസിന് വലിയ സന്തോഷം. എന്തായാലും കണ്ണ് കാണാത്ത എനിക്കൊരു കൊച്ചു കുഞ്ഞ് ഈ വഴിയെല്ലാം കാണിച്ചു തന്നല്ലോ. അപ്പൊ സൂർദാസ് തിരിച്ചു വന്നിട്ട് സൂർദാസ് പറഞ്ഞു, എന്തായാലും ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിലേക്ക് വരാം, സമയം വൈകി, നീ ഒറ്റയ്ക്ക് പോകണ്ട, നിന്റെ അച്ഛന്റെയും അമ്മയുടെ അടുത്തേക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ സൂര്യദാസ് ആ കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പൊ വീട്ടിലെത്തിയപ്പോ അച്ഛനും അമ്മയും സൂര്യദാസിനെ കണ്ട് ചോദിച്ചു, ഭഗവാൻ എന്താണ് അങ്ങ് ഈ സന്ധ്യാനേരത്തെ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? സൂര്യദാസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനെ ഏൽപ്പിക്കാൻ വന്നതാണ്. മകനോ? ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു മകനും മറ്റേ മക്കളും ഇല്ലല്ലോ. ഞങ്ങൾക്ക് മക്കളില്ല. ഞങ്ങൾ കല്യാണം കഴിച്ചെങ്കിൽ ഞങ്ങൾക്ക് മക്കളില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞാനും ഭാര്യയും അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. സൂര്യദാസിന് ആകെ അതിശയമായി. വർഷങ്ങളോളം തന്റെ വീട്ടില് വന്ന് തന്നെ പരിചരിച്ചത്, കണ്ണില്ലാത്ത തന്നെ ഓരോ വഴിയിലേക്ക് കൊണ്ടു നടത്തിയത് ആരാണ്? സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. 5 വയസ്സുള്ള ഒരു കുഞ്ഞായിട്ട് സൂര്യദാസിന്റെ ഉള്ളിൽ വലിയ ഭക്തി അലയടിച്ചു. ഉള്ളില് ഗദ്ഗത ചിത്തനായി തീർന്നു. ഇങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് ആ കൊച്ചു ഭഗവാൻ, ആ കൊച്ചു കുഞ്ഞ് തന്റെ ബൃഹത്തായ രൂപം, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുത്തു. അത് കണ്ട് സൂര്യദാസിന് വലിയ സന്തോഷമായി. ഭഗവാൻ ചോദിച്ചു, നിന്റെ അന്ധത്വം ഞാൻ എന്നേക്കുമായിട്ട് മാറ്റട്ടെ എന്ന് ചോദിച്ചു. സൂര്യദാസ് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ആകെ കണ്ടത് അങ്ങയുടെ മോഹന രൂപം മാത്രമാണ്. ഇനി എനിക്ക് ഭൗതികമായ മറ്റൊന്നും കാണാൻ യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് എനിക്ക് പഴയതുപോലെ അന്ധത്വം നൽകിയാലും എന്ന് പറഞ്ഞ് ഭഗവാൻ വീണ്ടും പഴയതുപോലെ അന്ധത്വം കൊടുത്തു. കാരണം ഭഗവാനെ മാത്രം കണ്ടു എന്നുള്ളൊരു കൃതാർത്ഥ സൂര്യദാസിനുണ്ടായി. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ 5 വയസ്സുള്ള ബാലൻ സാക്ഷാൽ ദേവൻ തന്നെയാണ്. അതേപോലെ 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ ഉള്ളിലും ഈശ്വരീയമായ ചൈതന്യം വലിയ രീതിയിൽ പ്രകടമാകുന്നുണ്ട്. നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ഈശ്വരൻ സർവാന്തര്യാമിയാണ്. ഈശ്വരൻ എല്ലാ പദാർത്ഥങ്ങളിലും സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നുണ്ട്. ഗുരുദേവൻ ഗുരു ഷഡ്കമല്ല, സ്തോത്രകൃതിയായ ഷൺമുഖ ദശകത്തിൽ നമ്മള് സ്മൈൽ സാധനയിൽ ഷൺമുഖ ദശകം ക്ലാസ് എടുത്തിരുന്നു പണ്ട്. അതില് ആദ്യ ശ്ലോകത്തില് ജ്ഞാനച്ചന്തി എടുപ്പി തെളിതെള വിലസും ചില്ലി വല്ലി കൊടിക്കുൾ മൗനപ്പൂന്തിങ്കൾ ഉള്ളൂടുരുകും അമൃതൊഴുക്കൊണ്ടിരുന്ന് ഉള്ളലിഞ്ഞു ഞാനും നീയും ഞെരുക്കെ കലരുവതിനരുൾ തന്മയാം നിന്നടിത്താർ തേനുൾ തൂകുന്ന മുത്തുകുടം അടിയനടക്കിയിടും മച്ചിൽ കൊഴുന്തേ. മച്ചിൽ കൊഴുന്തി എന്നാണ് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. മച്ചിൽ കൊഴുന്തി, മത്ത് ചിത്ത്, എന്റെ മനസ്സിലാണ് ഭഗവാൻ വസിക്കുന്നത്. ഗുരുവിന്റെ ഈശ്വര സങ്കല്പം എന്താണ്? ഏതോ ഒരു ലോകത്തിരുന്ന് നമ്മുടെ തെറ്റുകൾക്ക് കഠിനമായ ശിക്ഷകളെ വിധിക്കുന്ന, നമ്മുടെ തെറ്റുകളെയും ശരികളെയും അളന്നു നോക്കി നമ്മെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പറഞ്ഞയക്കുന്ന ഒരു നിയാമകനായിട്ടല്ല ഗുരുദേവൻ ഈശ്വര സങ്കല്പത്തെ അവതരിപ്പിച്ചിരുന്നത്. മറിച്ച് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന സത്യമായിട്ട്, സർവാന്തര്യാമിയായിട്ട്. ദ്യോവാണ് അതിന്റെ മഹിമ വാരറിഞ്ഞു എന്ന് ഗുരു പറഞ്ഞു. ദ്യോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ്യോവ്? ദ്യോവ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രാണികളുടെയും ഉള്ളിൽ ഉള്ള അന്ധകരണം. ആ അന്ധകരണത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ നിലയാണ് ദ്യോവ് അഥവാ ചിദാകാശം എന്ന് പറയുന്നത്. അപ്പൊ ഈ അന്ധകരണത്തിൽ സർവ്വവ്യാപിയായ ഈശ്വരൻ കുടികൊള്ളുന്നുണ്ട്. ഈശ്വരൻ നമ്മുടെ മനസ്സിൽ വർത്തിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാ മനസ്സിലും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈശ്വരൻ വർത്തിക്കുന്നു. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് എൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് എന്നുള്ള അനുഭവമില്ലാത്തത്? അതാണ് കാമം മുൻപായി മുളയ്ക്കും കളമുളകൾ അറുത്തുൾനിലത്ത് അൻപു വിത്തിട്ട് എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് ഷൺമുഖ ദശകത്തിൽ തന്നെ. ഒരു ക്ഷേത്രത്തില് ആ കെടാവിളക്ക് അണയാതിരിക്കാൻ വേണ്ടി ഒരു കണ്ണാടിക്കൂടിടുന്നു. നമ്മൾ ഈ ഉദാഹരണം പലതവണ ചിന്തിച്ചതാണ്. ആ കണ്ണാടിക്കൂടിന്റെ ഉൾവശം എന്തായിട്ട് മാറുന്നു? ആ ദീപനാളത്തിന്റെ പുകയേറ്റ് ക്രമേണ അത് ഇരുണ്ടുപോകുന്നു, കറുത്തു പോകുന്നു. അപ്പൊ ഉള്ളില് ദീപം പ്രോജ്വലിക്കുന്നുണ്ട്. പക്ഷെ പുറമേ നോക്കുന്ന ഒരാൾക്ക് ദീപം അണഞ്ഞതുപോലെ തോന്നുന്നു. അപ്പം പറയുന്നു, നോക്കൂ, ആ കണ്ണാടിക്കൂട്ടിലെ വിളക്ക് അണഞ്ഞിരിക്കുന്നു, അതൊന്ന് വൃത്തിയാക്കുന്നു, അതൊന്ന് തിരി കൊളുത്തു എന്ന് പറയുന്നു. വാസ്തവത്തിൽ വിളക്ക് അണഞ്ഞിട്ടില്ല. എന്ത് സംഭവിച്ചു? ആ കരി കാരണം നമുക്ക് ജ്വലിക്കുന്നതായ ദീപത്തെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എന്ത് വേണം? ഒരു ചെറിയൊരു തുണി കഷ്ണം എടുത്ത് നനച്ച് നമ്മൾ ആ കണ്ണാടിക്കൂടിന് ഉൾവശം വൃത്തിയാക്കുന്നു. ഉൾവശം വൃത്തിയായാലും പുറമെ നിന്ന് നോക്കിയാൽ വളരെ അധികമായിട്ട് ദീപം പ്രോജ്വലിക്കുന്നതായിട്ട് കാണുന്നു. ദീപം വീണ്ടും പ്രോജ്വലിച്ചു ഇല്ല, ദീപം നേരത്തെ എങ്ങനെയാണോ കത്തിയത് അതേപോലെ വീണ്ടും കത്തുന്നു. പക്ഷെ കണ്ണാടിക്കൂട്ടിൽ അഴുക്ക് മാറിയപ്പോൾ നമുക്കത് പ്രോജ്വലിച്ചായിട്ട് തോന്നും. അപ്പൊ ഈ കണ്ണാടിക്കൂടാണ് അന്ധകരണം എന്ന് ഗുരു പറയുന്നു. ഈ അന്ധകരണത്തിലെ കാമം മുൻപായി മുളയ്ക്കും കളമുളകൾ. അന്ധകരണത്തിൽ കുറെ കളമുളകളുണ്ട്. എന്തൊക്കെയാണ് കളകള്? കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, മതം, മാത്സര്യം.
ഇത്യാദി കളകള് പറിച്ച് അവിടെ ശുദ്ധമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തെളിയുന്ന, നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരീയ പ്രകാശം പുറത്തേക്ക് അഭിവ്യക്തമാകും. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈശ്വരീയ പ്രകാശം ഉണ്ടെങ്കിലും നമ്മുടെ അന്ധകരണത്തിലെ സംസ്കാരജനിതമായ വാസനകൾ അല്ലെങ്കിൽ വാസനാജനിതമായ സംസ്കാരങ്ങൾ, കളമുളകൾ, ഇതൊക്കെയാണ് ആ പ്രകാശത്തെ മറച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് കൊച്ചു കുഞ്ഞിന്റെ അന്ധകരണം എന്ന് പറയുന്നത് ആ കൊച്ചു കുഞ്ഞിനും പൂർവാർജിതങ്ങളായ വാസനകളുണ്ട്, സംസ്കാരമുണ്ട്, ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ആ ഒരു കൊച്ചു കുഞ്ഞിന്റെ അന്ധകരണം സാമാന്യമായിട്ട് നോക്കിയാൽ വളരെ പവിത്രമായിരിക്കും, നൈർമല്യമായിരിക്കും. അതുകൊണ്ട് ആ കൊച്ചു കുഞ്ഞിന്റെ ഉള്ളിൽ ഈശ്വരീയമായ ആ ഈശ്വരീയ പ്രകാശത്തിന്റെ പ്രകടനം, അഭിവ്യക്തി വളരെ അധികമായിരിക്കും. കാരണം തെളിഞ്ഞ കണ്ണാടിക്കൂട് പോലെ തെളിഞ്ഞ മനസ്സാണ് ആ കുഞ്ഞിൻ്റെ. അതുകൊണ്ടല്ലേ നമുക്ക് കുഞ്ഞുങ്ങളോട് ലോകർക്കെല്ലാവർക്കും വലിയ ആകർഷണമുള്ളത്. അത് കേവലം മനുഷ്യന്റെ കുഞ്ഞെന്ന് മാത്രമല്ല, ഏത് പ്രാണിയുടെയും കുഞ്ഞിനോട് എല്ലാവർക്കും ഇത്രയും ആകർഷണം വരുന്നത് ആ കുഞ്ഞിന്റെ നിഷ്കളങ്കതയാണ്. ആ കുഞ്ഞിൽ കാമം മുൻപായി മുളയ്ക്കും കളമുളകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈശ്വരീയ പ്രകാശം വളരെ പവിത്രമായിട്ട് പ്രസരിക്കുന്നു. ആ പ്രസരണത്തിന്റെ അനുഭവത്തെ നമ്മൾ ഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് നമുക്ക് വലിയ വാത്സല്യവും സ്നേഹവും വരുന്നത്. ക്രമേണ പ്രായം മുന്നോട്ട് വരുന്തോറും ആ കണ്ണാടിക്കൂട്ടിൽ, അന്ധകരണമാകുന്ന കണ്ണാടിക്കൂട്ടിൽ മാലിന്യങ്ങൾ വരുന്നു. മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആ പ്രകാശത്തിന് പുറത്തേക്ക് പ്രസരിക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് അവരോട് അത്ര അറ്റാച്ച്മെന്റ് വരില്ല. അപ്പൊ ഈ 5 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ അവർ ദേവന്മാർ തന്നെയാണ്, ദേവന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. അപ്പൊ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ ദേവനെയാണ് പൂജിക്കേണ്ടത്. ആരൊക്കെയാണ് പൂജിക്കേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദേവൻ, ഗുരു, ആചാര്യന്മാര്, അതേപോലെ നദികള്, ശിഷ്യമായ സ്ഥാനങ്ങള്, ഇതൊക്കെ പൂജയ്ക്ക് അർഹമാണ്. ആ കൂട്ടത്തിൽ 5 വയസ്സ് വരെ കുഞ്ഞും ദേവനെ പോലെ പൂജിക്കുവാൻ അർഹമാണെന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. അപ്പൊ ദേവനെ പോലെ പൂജിക്കുക എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഒരു കസേരയിൽ ഒരു പീഠത്തിൽ ഇരുത്തി പൂജിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ അർത്ഥമില്ല. മറിച്ച് എങ്ങനെയാണോ നാം ദേവനെ ഉപചരിക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളെ പറഞ്ഞ്, കാരണം കുഞ്ഞിന്റെ കാതിലൂടെ, കുഞ്ഞിന്റെ കണ്ണിലൂടെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളെ പകർന്നു കൊടുത്ത് ആ കുഞ്ഞിനെ ആചരിക്കണം എന്നത് ഗുരുവിന്റെ ആജ്ഞയാണ്, നിർദ്ദേശമാണ്. അപ്പൊ ഈ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. 100 കണക്കിന് സ്ഥലങ്ങളിൽ ഇതിന്റെ അർത്ഥം എഴുതി വെച്ച ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗുരു പറയുന്നു, ആ പഞ്ചമാബ്ദം ശിശും ദേവം ഇവ പ്രേംണ ഏവ ആചരേത്. ഇനിയോ തദ് ബുദ്ധി സംസ്കാരം ജനനി സ്വയം കുറുവീത. കുഞ്ഞിന്റെ ബുദ്ധി സംസ്കാരം എന്ന് പറയുമ്പോൾ ബുദ്ധിയെ സംസ്കൃതമാക്കണം, അതിനെ പരിഷ്കരിക്കണം, പരിവർത്തനപ്പെടുത്തണം. അത് അമ്മയുടെ ഉത്തരവാദിത്തമാണെന്ന് ഗുരു പറയും. അപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് മാതാപിതാക്കൾ പകർന്നു കൊടുക്കേണ്ട കാര്യം ആ കുഞ്ഞിന്റെ ബുദ്ധിയിൽ വിവേക സംസ്കാരത്തെ ദൃഢമാക്കുക എന്നുള്ളതാണ്. വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേർതിരിച്ചറിയാനുള്ള ശക്തിയാണ് വിവേകം എന്ന് പറയുന്നത്. 2 കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ 2 കാര്യങ്ങളിൽ ഇത് ഈ കാര്യമാണ്, ഇത് ഈ കാര്യമാണ്, ഇത് ഇന്നതാണ് എന്ന് വേർതിരിച്ചറിയുക. 2 പേരും നമ്മുടെ മുമ്പിൽ വരുന്നു. ഇത് എൻ്റെ ശത്രുവാണ്, ഇതെന്റെ മിത്രമാണ്. അതേപോലെ ഇത് ഇന്ന വസ്തുവാണ്, ഇത് ഇന്ന വസ്തുവാണ്. ഇങ്ങനെ ഓരോന്നിനെയും വ്യക്തമായിട്ട് വേർതിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധ്യമാകും? നമുക്ക് വ്യവഹരിക്കാൻ സാധ്യമാവും ജീവിതത്തിൽ. നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ, 2ാമത്തെ അധ്യായങ്ങളിൽ അവിടെ ധർമ്മത്തെ നിർവചനം ചെയ്യുന്ന വേളയിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരുടെ ഉള്ളില് ധർമ്മം നിലനിൽക്കുന്നു. ഏത് പ്രകാരത്തില്? വിശേഷജ്ഞാന യോഗത എന്നുള്ളൊരു പ്രയോഗം ഗുരു നടത്തിയിട്ടുണ്ട്. വിശേഷജ്ഞാന രൂപത്തിൽ. വിശേഷജ്ഞാനം എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥമാണ് വിവേകം എന്നുള്ളത്. വിവേകം നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു വ്യക്തി ജീവിതം, കുടുംബജീവിതം, സമൂഹ ജീവിതം എല്ലാം സാധ്യമാകും. നമുക്ക് ഒരു കുടുംബത്തിന്റെ അവസ്ഥ, ഒരു കുടുംബമായിട്ട് നിലനിൽക്കാൻ എന്താണ് കാരണം? കുടുംബമായി നിലനിൽക്കാൻ കാരണം ആ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും പരസ്പരം അറിയാം. ഒരാൾക്കറിയാം ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ സഹോദരിയാണ്, ഇതെന്റെ ഭാര്യയാണ്. ഇതെന്റെ അമ്മയായത് കാരണം ഞാൻ അമ്മയോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറണം. ഇതെന്റെ സഹോദരിയാണ്, അപ്പോൾ ഞാൻ സഹോദരിയോട് എങ്ങനെയാണോ പെരുമാറണം അങ്ങനെ പെരുമാറണം. ഇതെന്റെ ഭാര്യയാണ്, ആ ഭാര്യയോട് എങ്ങനെയാണോ പെരുമാറണം അങ്ങനെ പെരുമാറണം. നേരെ മറിച്ച് ആ വിവേകശക്തി ഇല്ലെങ്കിലോ, ഇവര് ഇങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകശക്തി ഇല്ലെങ്കിലോ, എന്റെ മുമ്പിൽ നിൽക്കുന്നത് 3 സ്ത്രീകളാണ്. ഒരു പുരുഷൻ എങ്ങനെയാണോ 3 സ്ത്രീകളോട് പെരുമാറുന്നത് അങ്ങനെ പെരുമാറും പ്രാകൃതികമായിട്ട്. ഏതെങ്കിലും മൃഗത്തിന് ആ ഭാവമുണ്ടോ?
ഒരു മൃഗത്തെ സംബന്ധിച്ച് ആ മൃഗത്തിന് മുമ്പിൽ നിൽക്കുന്ന ആളോട് ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ സഹോദരിയാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ അപ്പച്ചിയാണ്, ഇതെന്റെ ചിറ്റയാണ് എന്ന് ഒരു മൃഗത്തിനും ഭാവനയില്ല. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ ആ വിവേകശക്തിയില്ല. അപ്പൊ വിവേകശക്തിയാണ് കുഞ്ഞുനാളിലെ പകർന്നു കൊടുക്കേണ്ടത്. അത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. വ്യക്തമായ വിവേക സംസ്കാരത്തിലൂടെ ആ കുഞ്ഞിന്റെ ബുദ്ധിയെ സംസ്കരിക്കണമെന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. ഇനി 145 ശ്ലോകത്തില് ഗുരു പറയുകയാണ്, പിതരൗ പുത്ര സംഭൂതി ആകാംക്ഷന്തോ നിജാത്മജം അക്ഷരാരംഭണാദൂർധം വാസയേതാം ഗുരുകുലേ. പുത്രസംഭൂതി ആകാംക്ഷന്തോ. സംഭൂതി എന്ന വാക്കിനർത്ഥം ഐശ്വര്യം എന്നാണ്. ഈശാവാസ്യ ഉപനിഷത്തില് സംഭൂതി എന്നുള്ള വാക്കുകളാണ്. പുത്രസംഭൂതി, പുത്രന്റെ അഥവാ പുത്രിയുടെ സകലമാനമായ ഐശ്വര്യത്തെയും ആകാംക്ഷന്തോ ആഗ്രഹിക്കുന്ന പിതരവും. പിതരവും മീൻസ് മാതാപിതാക്കൾ. പുത്രന്റെ സർവവിധമായ ഐശ്വര്യത്തെ, അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ തങ്ങളുടെ പുത്രനെ, നിജമാത്മജം, തങ്ങളുടെ പുത്രനെ അക്ഷരാരംഭണാത് ഊർധം, വിദ്യാരംഭത്തിന് ശേഷം എന്തു ചെയ്യണം? പഠിക്കുവാൻ വേണ്ടി ഗുരുവാസയേതാം, ഗുരുകുലത്തിൽ താമസിപ്പിക്കണം. പിന്നെ പണ്ടത്തെ കാലത്ത് നമ്മൾ പറഞ്ഞ ഗുരുകുല സമ്പ്രദായത്തിലാണ് ഔപചാരിക വിദ്യാഭ്യാസം നടന്നിരുന്നത്. അപ്പൊ ഗുരുകുല സമ്പ്രദായം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതിന്റെ വേരറ്റ് പോയിട്ടില്ല. ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുരുകുലങ്ങൾ ഉണ്ടായിരുന്നത് കേരളത്തിലാണ്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഗുരുകുലങ്ങൾ സജീവമായിരുന്നു. സ്വാമി തിരുപ്പാദങ്ങൾ അധ്യയനം ചെയ്ത ചേവണ്ണൂർ ഗുരുകുലത്തെ പൂർണ്ണമായിട്ട് നമുക്കൊരു ഗുരുകുലം എന്നുള്ള സംജ്ഞയിൽ പറയാൻ സാധിക്കില്ല. കാരണം ഗുരുകുലം എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരും ഗുരുനാഥൻ ആചാര്യനും ഒരുമിച്ച് താമസിക്കുന്ന സിസ്റ്റമാണ്. ചേവണ്ണൂർ ഗുരുകുലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവര് താമസിച്ചിരുന്നത് മറ്റ് സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ വാരണപ്പള്ളിയിൽ കുറച്ചുപേര് താമസിക്കുന്നു. അതേപോലെ വേറെ ഓരോ തറവാടുകൾ താമസിച്ചിട്ട് രാവിലെ വന്ന് വൈകിട്ട് തിരിച്ചു പോകുന്നു. രാവിലെ എല്ലാവരും വന്ന് ചേവണ്ണൂർ കളരിയിൽ വന്നു അവിടെ അധ്യയനം ചെയ്യുന്നു, പഠിക്കുന്നു. അതിനുശേഷം വൈകിട്ട് തിരിച്ചു പോകും. കുമ്മമ്പള്ളി ആശാന്റെ കൂടെ എല്ലാവരും ഒരുമിച്ച് താമസിച്ച് പഠിച്ചിരുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ തന്നെ ഗുരുകുലം എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് കോട്ടുകോയിക്കല് ഗുരുവിന്റെ ജീവചരിത്രം എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗുരുകുലം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഗുരുനാഥനും ശിഷ്യന്മാരും ഒരുമിച്ച് താമസിക്കുന്നു. ഗുരുനാഥന്റെ കൂടെ തന്നെ ശിഷ്യന്മാർ താമസിക്കുന്നു. അത് വടക്കൻ കേരളത്തിൽ പയ്യന്നൂര് തന്നെ പണ്ട് 100 കണക്കിന് ഗുരുകുലം ഉണ്ടായിരുന്നു. കേരളത്തിൽ എമ്പാട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുരുകുലങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഗുരുകുലങ്ങളെ കളരി എന്നുള്ള ഭാഷയിലും പ്രാദേശികമായിട്ട് പറയാറുണ്ട്. എഴുത്ത് കളരിയും പയറ്റ് കളരിയും. പയറ്റ് കളരി എന്ന് പറഞ്ഞാൽ ആയോധന അഭ്യാസങ്ങൾ പഠിക്കുന്ന കേന്ദ്രങ്ങളാണ്. എഴുത്ത് കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔപചാരികമായ വിദ്യാഭ്യാസം പഠിക്കുന്ന കേന്ദ്രങ്ങൾ. അത് ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യം ഒന്നും കൂടി കഠിനമായ സമയത്താണ് ഈ ഗുരുകുലങ്ങൾക്ക് കേരളത്തിൽ ലോപം സംഭവിച്ചത്. പക്ഷെ വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ 100 കണക്കിന് 1000 കണക്കിന് ഗുരുകുലങ്ങൾ ഇന്നും സജീവമായി നമുക്ക് കാണാൻ സാധിക്കും. 1000 കണക്കിന് ഗുരുകുലങ്ങൾ. ഈ 1000 കണക്കിന് ഗുരുകുലങ്ങളിലായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്നും പഠിക്കുന്നു. ഇന്നത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ ആചാര്യന്റെ കൂടെ അവർ താമസിച്ച് പഠിക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റും കിട്ടും. ഇപ്പോ ശാസ്ത്രീയ ആചാര്യ എന്നുള്ള കോഴ്സൊക്കെ ഉണ്ട്, BA MA തുല്യമായിട്ട്. അങ്ങനെയുള്ള കോഴ്സുകൾ അവർ ഗുരുകുലത്തിൽ നിന്ന് താമസിച്ച് ആചാര്യന്റെ കൂടെ പഠിക്കുകയും യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഡീംഡ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഇപ്പൊ വടക്കേന്ത്യയിലാണെങ്കിൽ കാശിയിലാണെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സമ്പൂർണ്ണാനന്ദ ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നിന്നൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഒരു ഗുരുകുലവാസത്തിന് ശേഷം അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഭൗതികമായ ജീവിതത്തിൽ അവർക്ക് നേട്ടമുണ്ട്. അവർക്ക് ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരായിട്ട് ചേരാം. ഇനി കേരളത്തിൽ ഈ അടുത്ത കാലം വരെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഈ അടുത്ത കാലം വരെ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു ഗുരുകുലമാണ് പാലായിലെ ഒരു പാല എന്നുള്ള സ്ഥലമുണ്ട്. എല്ലാവർക്കും അറിയാം പാലായിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം നടത്തിയ ഒരു ഗുരുകുലമുണ്ട്. സ്വപ്രഭാനന്ദ സ്വാമികളായിരുന്നു ആചാര്യൻ. അപ്പൊ ആ ഗുരുകുലത്തിൽ അന്തേവാസികളായി പഠിച്ച ശിഷ്യന്മാരാണ് ഇന്ന് കേരളത്തിലെ പല ആശ്രമങ്ങളുടെയും മഠാധിപതിമാരുടെ ഇരിക്കുന്നത്. അതേപോലെ പല സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും പല സ്ഥാപനങ്ങളിലും പ്രൊഫസർമാരായിട്ട് ഇരിക്കുന്നത് അന്നത്തെ ആ ഗുരുകുലത്തിൽ പഠിച്ച ആളുകളാണ്. പാലാ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ ആ ഗുരുകുലം
നമ്മൾ ഒരു പ്രാചീനമായ ഗുരുകുല സങ്കല്പത്തോട് ഏറ്റവും ചേർത്ത് വെക്കാവുന്ന ഒരു ഗുരുകുലമായിരുന്നു. സ്വപ്രഭാനന്ദ സ്വാമികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഗുരുവിന്റെ അനുഗ്രഹം ലഭിച്ച ഒരു കുടുംബമാണ്. ഗുരുഭക്തന്മാരുടെ ഒരു ഫാമിലിയാണ്. ആ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം വലിയ രീതിയിൽ അറിവിനെ സ്വായത്തമാക്കി ശ്രീരാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന വലിയ സന്യാസ സംഘത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലേക്ക് എത്തി. എത്രയോ കാലം ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനമായ കൊൽക്കത്ത ബേലൂർ മഠത്തിന്റെ മുഖ്യ ആചാര്യനായിരുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പഠിതാക്കളെ പഠിപ്പിച്ച വലിയൊരു ഗുരുനാഥൻ കൂടിയായിരുന്നു. അപ്പൊ ഞാൻ ആ ഗുരുകുലവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഗുരുകുലത്തിൽ ഒരു വിദ്യാർത്ഥി വരുന്ന സമയത്ത് ആ വിദ്യാർത്ഥിക്ക് ഔപചാരികമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന്റെ കൂടെ പ്രായോഗികമായ വലിയൊരു വിദ്യാഭ്യാസം ലഭിക്കും. കാരണം ഗുരുകുലത്തിൽ എല്ലാ ജോലികളും അവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികളാണ് ചെയ്യേണ്ടത്. കുഞ്ഞുനാളിലെ ഗുരുകുലത്തിൽ ചേരുന്ന വിദ്യാർത്ഥി പാചകം ചെയ്യാൻ പഠിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടിയോട് ഒരു +2 ഡിഗ്രിയോ പഠിക്കുന്ന ഒരു ആൺകുട്ടിയോടോ പോട്ടെ ഒരു പെൺകുട്ടിയോട് ചോദിക്കും, ഒരു സാമ്പാറോ അല്ലെങ്കിൽ ചോറോ അല്ലെങ്കിൽ തോരനോ എന്തെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പാചകം ചെയ്യാൻ സാധിക്കുമോ? പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും സാധിക്കും. പക്ഷെ ഇന്ന് വളരെ വളരെ അപൂർവത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പാചകകല സ്വായത്തമായിട്ടുള്ളൂ. കാരണം എല്ലാം വീട്ടിൽ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കും. അവർ കേവലം പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കും. എന്നാൽ ഗുരുകുലത്തിൽ അങ്ങനെയല്ല. പഠിക്കുന്നതിന്റെ കൂടെ ആ ഗുരുകുലത്തിൽ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ടത് അവിടെ താമസിക്കുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് അവർ പാചകം പഠിക്കുന്നു. അതേപോലെ ഗുരുവിനെ സേവിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പഠിക്കുന്നു. ഗോശാലയിൽ സേവനം ചെയ്യുന്നു. അങ്ങനെ വിവിധ സേവനങ്ങളുടെ കൂടെ ആണ് ഔപചാരിക വിദ്യാഭ്യാസം നേടുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ജീവിതത്തിന്റെ ഏത് മേഖലയിലും ആ ഒരു വിദ്യാർത്ഥിക്ക് ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം പ്രക്ഷോഭിക്കാൻ കഴിയും. ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ സാധിക്കും. ഇതാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയുടെ ഒരു സംക്ഷിപ്തമായ രൂപം. അപ്പൊ അത് 5ാം വിദ്യാരംഭത്തിന് ശേഷം ഗുരുവിന്റെ അടുത്തേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കണം വിദ്യാർത്ഥിയെ, ശിശുവിനെ, കുഞ്ഞിനെ എന്ന് ഗുരു പറയുന്നു. ഇനി അടുത്ത ശ്ലോകത്തിൽ ഗുരു പറയാണ് 146-ാമത്തെ ശ്ലോകത്തിൽ, ആകാംക്ഷൻ ജീവിതോത്കർഷം വർണ്ണി ഗുരുകുലേ വസേത് നിർണീത കാലപര്യന്തം ഗുരുവാജ്ഞാം പരിപാലയൻ. ഈ 146-ാം ശ്ലോകത്തിലാണ് നമ്മൾ ബ്രഹ്മചര്യത്തിന് നിർവചനത്തെ ചിന്തിച്ചത്. അതിന് അന്വയത്തിന് ഈ ശ്ലോകത്തിൽ ഗുരു പറയുന്നു, ജീവിതോത്കർഷം ആകാംക്ഷൻ വർണ്ണി. വർണ്ണി മീൻസ് ബ്രഹ്മചാരിയെ പറയുന്നതല്ല, വർണ്ണി. ജീവിതത്തിന്റെ അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയായ ശിഷ്യൻ എന്ത് ചെയ്യണം? ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഗുരുവാജ്ഞാം പരിപാലയൻ, ഗുരുവിന്റെ ആജ്ഞയെ പാലിക്കുക എന്നുള്ളതാണ്. അത് തെറ്റോ ശരിയോ എന്നുള്ളതാണ്. തെറ്റോ ശരിയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഒരു ആജ്ഞയെ സ്വീകരിക്കാൻ തയ്യാറായ വ്യക്തി, നമ്മൾ ഒരാളിൽ നിന്ന് ആ വ്യക്തിയുടെ ആജ്ഞയെ സ്വീകരിച്ച് ആ നിർദ്ദേശങ്ങളെ സ്വീകരിച്ച് വളരുകയാണെങ്കിൽ നമ്മുടെ നിർദ്ദേശങ്ങളെയും ലോകം അംഗീകരിക്കും. ഒരു ആജ്ഞയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കാത്ത ഒരാളുടെ ആജ്ഞ മറ്റൊരാൾ അംഗീകരിക്കില്ല. അത് പ്രകൃതി നിയമമാണ്. നമ്മൾ മറ്റാരുടെയും കാര്യം നമ്മൾ അംഗീകരിക്കില്ല, അനുസരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ വാക്കിന്, നമ്മുടെ ആശയങ്ങൾ എല്ലാവരും അംഗീകരിക്കണം, അനുസരിക്കണം എന്നാണെങ്കിൽ നടക്കില്ല. ജീവിതത്തിൽ മറ്റുള്ളവർ അനുസരിക്കുന്ന വാക്കുകളെ പറയുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത് നാം ഒരാളുടെ വാക്കിനെ അനുസരിക്കുമ്പോഴാണ്. അതുകൊണ്ട് വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രഥമമായ കർത്തവ്യമാണ് ഗുരുവിന്റെ ആജ്ഞയെ അനുസരിക്കുക, പരിപാലിക്കുക. അതിനുശേഷം നിർണീത കാലപര്യന്തം ഗുരുകുലേ വസേത്, നിശ്ചയിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഗുരുകുലത്തിൽ താമസിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ശ്ലോകം 147 പറയുന്നു, വർണ്ണിന പിതരൗ നിസ്സൗ യദി ദേശസഭാ സ്വയം ബ്രഹ്മചര്യവ്രതം സമ്യക് അവശ്യം തസ്യ നിർവഹേത്. ഗുരു മനോഹരമായ ഒരു സാമൂഹ്യ നീതിയെ കുറിച്ച് പറയാം. ഒരു വിദ്യാർത്ഥിക്ക് അവന് പഠിക്കാനുള്ള സാഹചര്യമില്ലെങ്കിൽ നാട്ടുകാർ തന്നെ അവനെ പഠിപ്പിക്കാം. ഇപ്പൊ എല്ലാവർക്കും പണ്ടത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും ഔപചാരിക വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ കഠിനമാണെന്ന് പറഞ്ഞാൽ അതിന്റെ സാഹചര്യം നമുക്ക് കേരളീയരായ നമുക്ക്
അത് ഒരു എന്താ പറയുന്നത് വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. പക്ഷെ വടക്കേ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഇന്നും ഔപചാരിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരതിനെ പ്രസക്തമായിട്ട് കാണുന്നില്ല എന്നത് മറ്റൊരു വശം. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം നേടി മുന്നേറുക എന്നുള്ളത് പ്രസക്തമായ വലിയൊരു കാര്യമാണ് അവർ കാണുന്നത്. പക്ഷെ ഗുരു പറയുന്നു നിർബന്ധിതമായിരിക്കുന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും വേണം. അതുകൊണ്ട് ഒരു കുഞ്ഞിന്, ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ, പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ദേശസഭ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ തന്നെ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസ കാര്യം ചെയ്യിച്ചോളണമെന്ന് നിർബന്ധമായിട്ട് പറയും. അതിനുശേഷം ഗുരു പറയുകയാണ് 148 ശ്ലോകത്തില്, വസൻ ഗുരുകുലേ വർണ്ണേ ഗന്ധുകാമോ നിജാലയം സാചാര്യോ നിയതേ കാലേ ഗച്ഛേത് ഗുരുപരായണ. ഗുരുകുലത്തിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, കാരണം നമ്മൾ ഈ ആശയത്തെ പണ്ടത്തെ ഒരു 100 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസവുമായി ചേർത്ത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഗുരുകുലത്തിൽ താമസിക്കുന്ന ഒരു പഠിതാവിന് വിദ്യാർത്ഥിക്ക് തോന്നുകയാണ്, ഒന്ന് അച്ഛനെയും അമ്മയെയും കാണണം, ഒന്ന് വീട്ടിൽ പോയി അല്പ ദിവസം താമസിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മോനെ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥിയെ പറഞ്ഞേക്കരുത്. മറിച്ച് ആചാര്യൻ തന്നെ ആ വിദ്യാർത്ഥിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ വിദ്യാർത്ഥിയുടെ കൂടെ 1-2 ദിവസം വീട്ടിൽ താമസിച്ച് അമ്മയുടെയും അച്ഛന്റെയും കൂടെയൊക്കെ വിദ്യാർത്ഥിയെ താമസിപ്പിച്ച് തിരിച്ച് ആചാര്യൻ തന്നെ ആ വിദ്യാർത്ഥിയെ ഗുരുകുലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാരണം വിദ്യാർത്ഥിയുടെ ആ കാലഘട്ടത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടി സംരക്ഷിക്കണം എന്നർത്ഥം. പിന്നെ ഒരു വിദ്യാർത്ഥിക്ക് ആചാര്യൻ ഗുരുകുലത്തിൽ വെച്ച് ആദ്യമായിട്ട് എന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് ഗുരു പറയുന്നു 149 ശ്ലോകത്തിൽ. ശിക്ഷയേ ശിഷ്യമാചാര്യ ശൗചമാദൗ വിശേഷതഃ തഥാ ഗുരുകുലാചാരാൻ സർവാനഭിശുഭോത്തരാൻ. ആചാര്യഃ ശിഷ്യം വിശേഷത ആദൗ ശൗചം ശിക്ഷയേത്. ശിഷ്യൻ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടുന്ന കാര്യം ശുചിത്വമാണ്. എന്താണ് ശുചിത്വം? പഞ്ചശുദ്ധികളാണ്. ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വമാണ് ആദ്യമായിട്ട് ഗുരുകുലത്തിൽ ചേർന്ന വിദ്യാർത്ഥിയെ ആചാര്യൻ പഠിപ്പിക്കേണ്ടത്. അതിനുശേഷം ഗുരുകുലാൻ സർവാൻ ആചാരൻ അഭിശിക്ഷയത്. അതിനുശേഷം ഗുരുകുലത്തിലെ എല്ലാ പ്രകാരത്തിലുള്ള ആചാര മര്യാദകളെ കുറിച്ചും പഠിപ്പിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഗുരുകുലത്തിലെ ആചാര മര്യാദകൾ? നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ 2 ദിവസം ഏതെങ്കിലും ഒരു ഗുരുകുലത്തിൽ പോയി താമസിക്കുക. ഗുരുകുലങ്ങൾ ഇന്നും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. താമസിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുരുകുലത്തിലെ ആചാര മര്യാദകൾ നമുക്ക് അറിയാൻ സാധിക്കും. രാവിലെ 4 മണിക്ക് എല്ലാവരും എഴുന്നേൽക്കും. എല്ലാവരും എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന കർത്തവ്യം ഹോമമാണ്. വടക്കേന്ത്യയിലാണെങ്കിൽ ഗായത്രി ഹവനം നടത്തും. ആചാര്യനും ശിഷ്യന്മാരും ഒക്കെ ചുറ്റുപാട് ഇരുന്ന് ഗായത്രി മന്ത്രത്തെ ചൊല്ലി അഗ്നിയില് ഹവിസിനെ സമർപ്പിക്കും. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് കുളിക്കും. അതിനുശേഷം വീണ്ടും അല്പസമയം വിശ്രമിച്ച് ഒരു 6 മണിയോടുകൂടി ക്ലാസ്സുകൾ ആരംഭിക്കും, പാഠങ്ങൾ ആരംഭിക്കും. ആ പാഠങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് സന്ധ്യാവന്ദനങ്ങളൊക്കെ ചെയ്യും. ഗുരുദേവൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് സന്ധ്യാവന്ദനത്തിന്റെ കാര്യം. പകൽ സമയങ്ങൾ ഉറങ്ങാൻ പാടില്ല. വൈകിട്ടായി കഴിഞ്ഞാൽ ആ പാഠം ആചാര്യനുമായി ചർച്ച ചെയ്യുന്നു. വൈകിട്ട് പൂജ, ദേവതാരാധന, ദീപാരാധന. അതിനുശേഷം രാത്രി ഭക്ഷണം, എല്ലാവരും ചേർന്ന് ഉറങ്ങും. ഇത്രയുമാണ് സാമാന്യമായ ഗുരുകുലത്തിലെ ആചാര മര്യാദകൾ. ഈ ആചാര മര്യാദകളെ കുറിച്ചൊക്കെ അധ്യാപകൻ ശിഷ്യനെ ബോധിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണമെന്ന് ഗുരുദേവൻ പറയുകയാണ്. ഇനി 150 ശ്ലോകത്തിൽ പറയുന്നു, ആചാരമാചരേ നിത്യം ഉപാസീത യഥാവിധി ദ്വേ സന്ധ്യേ വീതതന്ത്രേകം ബ്രഹ്മചാരി യതേന്ദ്രിയ. യതേന്ദ്രനായ ഒരു ബ്രഹ്മചാരി ഏറ്റവും അനിവാര്യമായിട്ട് അനുഷ്ഠിക്കേണ്ടുന്ന 2 ചടങ്ങുകളാണ്. മീൻസ് ഒരു ചടങ്ങാണ് സന്ധ്യാവന്ദനം എന്ന് പറയുന്നത്. 3 സന്ധ്യകളുണ്ട്: പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. രാത്രി മാറി പകലിലേക്ക് കടക്കുന്ന ആ വേളയിലാണ് പ്രഭാത സന്ധ്യ ഉള്ളത്. പകല് മാറി ഒരു മധ്യാഹ്നത്തിലേക്ക് എത്തി പിന്നെ വീണ്ടും ആ കടക്കുന്ന ആ സന്ധ്യകളാണ് മധ്യാഹ്ന സന്ധ്യ ഉള്ളത്. മധ്യാഹ്ന സന്ധ്യ അഭിജിത്ത് എന്നും കൂടി പറയും. സൂര്യൻ നേരെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന, തലയ്ക്ക് മുകളിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയം. അതിനുശേഷം പകല് രാത്രിക്ക് വഴിമാറുന്ന, പകലും രാത്രിയും സന്ധിക്കുന്ന സമയമാണ് സായം സന്ധ്യ. ഈ 3 സന്ധ്യകളില്
പ്രഭാത സന്ധ്യയും സായം സന്ധ്യയും നിശ്ചയമായിട്ടും സന്ധ്യാവന്ദനം ചെയ്യണം. അത് ഒരു ബ്രഹ്മചാരിയുടെ, ഗുരുകുലത്തിൽ താമസിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയുടെ നിത്യകർമ്മമാണ്. എന്താണ് സന്ധ്യാവന്ദനം? ജപം, തർപ്പണം, ആചമനീയം, ഇത് മൂന്നും ചേർന്നതിനാണ് സന്ധ്യാവന്ദനം എന്ന് പറയുന്നത്. ഗായത്രി ദേവിയെ ഉപാസിക്കുക, ഗായത്രി മന്ത്രത്തെ ചൊല്ലുക, സൂര്യന് അർഘ്യം കൊടുക്കുക രാവിലെ ആണെങ്കിൽ. ജപം, തർപ്പണം എന്ന് പറഞ്ഞാൽ അർഘ്യം കൊടുക്കുക. ദേവന്മാർക്ക്, ഋഷിമാർക്ക്, പിതൃജനങ്ങൾക്ക് അർഘ്യം കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ വ്യക്തിത്വത്തെ രൂപീകരിച്ചിൽ നാം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഈ മൂന്നാൾക്കാരോടുമാണ്. നമ്മുടെ മാതാപിതാക്കൾ, അവരെ പിതൃൻ എന്ന് പറയുന്നു. അതേപോലെ നമ്മെ വിദ്യ അഭ്യസിപ്പിച്ച ആചാര്യന്മാര്, നമുക്ക് ശ്രേഷ്ഠമായ ആധ്യാത്മിക മാർഗത്തെ കാണിച്ചു തന്ന ഋഷിമാർ, അവര് ഋഷീൻ എന്ന് പറയുന്നു. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മമായി എല്ലാ അനുഗ്രഹങ്ങളെയും ചൊരിഞ്ഞു തന്ന ദേവതകൾ. അപ്പൊ ദേവന്മാർ, ഋഷിമാർ, പിതൃകൾ, ഇവർക്ക് മൂന്ന് പേർക്കുമുള്ള തർപ്പണമാണ് സന്ധ്യാവന്ദനത്തിന് മുഖ്യമായ ചടങ്ങ്. ഇപ്പൊ രാവിലെയും വൈകിട്ടും പ്രഭാത സന്ധ്യയിലും സായം സന്ധ്യയിലും ബ്രഹ്മചാരി ഗായത്രി മന്ത്രത്തെ ഉപാസിച്ച് ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും തർപ്പണം ചെയ്യുന്ന സന്ധ്യാവന്ദനം അനുഷ്ഠിക്കണമെന്ന് ഗുരുദേവൻ നിർദ്ദേശിക്കുന്നു. ഇനി 151 ശ്ലോകത്തിൽ പറയുന്നു, ഉപക്രാന്ത്യുപസംഹൃത്യോ പാഠസ്യാചാര്യമാദരാത് ശിഷ്യോ വിവാദയേ ദേവ വിനീതോ വിധിപൂർവകം. പാഠസ്യ ഉപക്രാന്തി ഉപസംഹൃതോ. ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത്, അതുപോലെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകനെ, ആചാര്യനെ വിധിപൂർവം അഭിവാദനം ചെയ്യണം. എങ്ങനെയാണ് വിധിപൂർവം ചെയ്യേണ്ടത്? ദീർഘദണ്ഡ നമസ്കാരം ചെയ്യണം. ആചാര്യന്റെ പാദങ്ങളിൽ നമസ്കരിക്കണം. ക്ലാസ് എടുക്കുന്ന സമയത്തും ക്ലാസ് കഴിഞ്ഞ് ആചാര്യൻ പോകുന്ന സമയത്തും ആചാര്യനെ പാദ നമസ്കാരം ചെയ്യണമെന്ന് 151 ശ്ലോകത്തിൽ പറയുന്നു. ഇനി 152 ശ്ലോകത്തിൽ പറയുന്നു, ബുദ്ധിമാനായ ഒരു ശിഷ്യൻ ഗുരുവിൽ നിന്ന് ഇഹത്തിലും പരത്തിലും ശുഭത്തെ ഉണ്ടാക്കുന്ന എല്ലാ വിദ്യകളും തത്വജ്ഞാനത്തിനായി അഭ്യസിക്കേണ്ടതാകുന്നു എന്ന് പറയും. അപ്പൊ ഗുരുകുലത്തിൽ കുറെ ആത്മീയമായ കാര്യങ്ങളെയും ചടങ്ങുകളെയും മാത്രമാണോ പഠിപ്പിക്കുന്നത്? അല്ല. അതിപ്രാചീനമായ ഗുരുകുലത്തിൽ സകല വിദ്യകളും പഠിപ്പിച്ചിരുന്നു. ധനുർവിദ്യ, എങ്ങനെയാണ് അസ്ത്രങ്ങൾ എയ്യുക, ആയുധവിദ്യ എല്ലാം പഠിപ്പിച്ചിരുന്നു. ബുദ്ധിമാനായ ഒരു ശിഷ്യൻ ഗുരുകുലത്തിൽ നിന്ന്, ഗുരുവിന്റെ അടുത്ത് നിന്ന് ആ വ്യക്തിയുടെ ഭൗതികമായ ജീവിതത്തെ വിജയിപ്പിക്കുന്ന അറിവുകളെയും ആധ്യാത്മികമായ ജീവിതത്തെ വിജയിപ്പിക്കുന്ന അറിവുകളെയും ഈ ലോകത്തിലും പരലോകത്തിലും ശ്രേയസ്സിന് നൽകുന്ന എല്ലാ അറിവുകളെയും സ്വായത്തമാക്കണമെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത്രയും ശ്ലോകങ്ങള് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കാം. ഇതിന്റെ തുടർന്നുള്ള ശ്ലോകങ്ങളെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു.